ശ്രീജിത്ത് ബാലകൃഷ്ണൻ, നോക്കൂ, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേഗത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശ്രീജിത്ത്, താങ്കളുടെ വിശ്വാസം എന്താണ്? ആ നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ കോൺഗ്രസ് ഇപ്പോഴൊരു ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണോ? ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് നമ്മൾ തെലങ്കാനയിൽ കണ്ടതാണ്. ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ സംഘടനാ സംവിധാനം വേണം, ജയിക്കുമെന്ന് ഉറപ്പ് വേണം. ഉടനെ തെലങ്കാന വിധി എഴുതി കോൺഗ്രസിന് അനുകൂലമായി. സമാനമായ സാഹചര്യം ഉണ്ടോ ആന്ധ്രയിൽ? ആന്ധ്രയിൽ സമാനമായ സാഹചര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസിന് അത് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ശർമ്മയുടെ വരവ്. കാരണം ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഇതൊരു ഉടൻ തന്നെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഫലമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലല്ല കോൺഗ്രസ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ദീർഘനാളത്തേക്കുള്ള പദ്ധതിയാണ്. ശർമ്മയെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ച്, നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ ഉടനീളം എല്ലാവരും പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡിയെ കൊണ്ടുവന്ന് തെലങ്കാനയിൽ കോൺഗ്രസിന് ഒരു ഊർജം കൊടുത്ത പോലെ ഒരു മുഖമായിരുന്നു കോൺഗ്രസിന് വേണ്ടത്. ആ മുഖം ശർമ്മയിലൂടെ എന്തായാലും കോൺഗ്രസിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതുവരെയുള്ള ആളുകളെല്ലാവരും കോൺഗ്രസിനൊരു ദേശീയ തലത്തിൽ ആന്ധ്രയിൽ നിന്ന് ഇപ്പോൾ എടുത്തു കാണിക്കാൻ ആരുമില്ല. ശ്രീജിത്ത്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണഗതിയിൽ ശ്രീജിത്ത് ഒരു കാര്യം കേൾക്കൂ. അതായത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഡിസ്മൽ പെർഫോമൻസ് ആണ് ഉണ്ടാകുന്നത് എങ്കിൽ ആളുകളെ പെട്ടെന്നൊരു വിലയിരുത്തും, ഒരു പെർസെപ്ഷൻ രൂപപ്പെടും. ഇവരെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല എന്നുള്ളൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ശർമ്മിള അവസാന നിമിഷം കോൺഗ്രസിൽ ചേർന്ന് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതീതി അതായിരിക്കില്ലേ? അവർക്ക് വളരെ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് അവര് വീണ്ടും അച്ഛൻ നടത്തിയ പോലെ തന്നെ യാത്രകളിലേക്ക് പോവുകയാണ്, കർഷകരിലേക്ക് ഇറങ്ങുകയാണ്, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് യാത്ര ഒരു പുതിയ കാര്യമല്ല. അവര് ദീർഘദൂര യാത്രകൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള യാത്രകളൊക്കെ നടത്താൻ തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവർ ഇനിയും അതിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആന്ധ്രയിലെ കർഷകർ നേരിടുന്ന പ്രശ്നം. രണ്ട്, വരൾച്ച ദുരിതാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും അത് കർഷകരിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതുപോലെ പോലാവാരം പദ്ധതി എന്ന് പറയുന്ന വലിയൊരു ഇറിഗേഷൻ പ്രോജക്ട്, ഇതൊന്നും ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ജഗന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം അയാൾക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ജഗൻ നേരിടുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കർഷകരിലേക്ക് ശർമ്മിള അച്ഛൻ നടത്തിയ പോലെ ഒരു യാത്രയുമായി ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായ മാറ്റം ഉണ്ടാകും. പിന്നീടൊന്ന്, ഈ കർണാടകയോടും തെലങ്കാനയോടും ചേർന്ന് നിൽക്കുന്ന ജില്ലകൾ, ഇതെല്ലാം കർഷകർക്ക് വലിയ പ്രാധാന്യമുള്ള കാർഷിക മേഖലകളാണ്. ഒന്ന് അനന്തപൂർ, കർണാടകയോട് ചേർന്ന് നിൽക്കുന്നത്. അതോടൊപ്പം ശ്രീ സത്യസായി, കർണൂൽ നമുക്കറിയാം, കേരളത്തിലേക്ക് അടി വരുന്ന ജില്ലയാണ് കർണൂൽ. ഇതെല്ലാം കർണാടകയോട് ചേർന്ന് നിൽക്കുന്നതാണ്. കോൺഗ്രസിന്റെ ഒരു സ്വാധീനം അവിടെ കർണാടകയിലുണ്ട്, ആ മേഖലയിലുണ്ട്. അതോടൊപ്പം വാറങ്കൽ, കൊടാട് എന്ന് പറയുന്ന തെലങ്കാനയോട് ചേർന്ന് നിൽക്കുന്ന മേഖലകൾ, ഇതൊക്കെ കാർഷിക മേഖലകളാണ്. ഇവിടെ എല്ലാം ഒരു പക്ഷേ ശർമ്മിള പഴയ പോലെ അച്ഛൻ നടത്തിയ യാത്രകൾ പോലെ ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസിന് മാറ്റം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന് മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ശ്രീ ശ്രീജിത്തെ താങ്കൾക്കുള്ളത്. Debate with MV Nikesh Kumar.